ലോകം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ ഭീതിയിലേക്ക് കടക്കുമ്പോൾ അനുനിമിഷം മാറുകയാണ്. ക്രമങ്ങൾ മാത്രമല്ല, സഖ്യങ്ങളും യുദ്ധഭീഷണികളും. ഇപ്പോഴിതാ റഷ്യ വളരെ കാലമായി അമേരിക്കയുമായി ഉണ്ടായിരുന്ന ആണവ കരാറിൽ നിന്ന് പിന്മാറിയിരിക്കുന്നതോടുകൂടി ലോകം ഭയക്കുകയാണ്. ഒരു ആണവ യുദ്ധത്തിലേക്കാണോ ലോകരാജ്യങ്ങൾ പോകുന്നതെന്നാണ്. ഇതിന് തൊട്ടു പിന്നാലെ 4 ആണവ ബോംബറുകൾ യൂറോപ്പിന് സമീപത്തേക്ക് റഷ്യ വിന്യസിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. ഈ 4 വിമാനങ്ങളിലും മിസൈലുകൾ ഘടിപ്പിച്ചിട്ടുണ്ട് എന്നൊരു വാർത്ത കൂടി വരുന്നു. വിമാനങ്ങൾ ആർട്ടിക് മർസാക് നിന്നാണ് സമീപമാണ് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അമേരിക്ക 2 ആണവ അന്തർവാഹിനികൾ റഷ്യക്ക് സമീപം വിന്യസിച്ചിരുന്നു. അതിനുശേഷം ട്രംപ് പറഞ്ഞത് ശരിയായ സ്ഥലത്ത് തന്നെയാണ് അവ വിന്യസിച്ചതെന്നാണ്. ഇതിന് മറുപടിയായിട്ടാണ് റഷ്യ ഇപ്പോൾ അവരുടെ 4 ആണവ പോർ വിമാനങ്ങൾ യൂറോപ്പിന് സമീപത്തേക്ക് നീക്കുകയും അമേരിക്കയുമായിട്ടുള്ള ആണവ കരാറിൽ നിന്ന് പിന്മാറുകയും ചെയ്തിരിക്കുന്നു. ആണവ കരാറിൽ നിന്ന് പിന്മാറുന്നതോടുകൂടി ആണവ യുദ്ധത്തിനുള്ള സാധ്യതകൾ വളരെ കൂടിയിട്ടുണ്ട്. ഇതിനിടയിൽ നമ്മളുടെ ഉപദേഷ്ടാവ് ശ്രീ അജിത് ഡോവൽ മോസ്കോയിലെത്തി നിർണായകമായ ചർച്ചകളിലേക്ക് കടക്കുന്നു. ഇവിടെ 2 കാര്യങ്ങളാണ് വിദഗ്ധർ പറയുന്നത്. ഒന്ന്, ഈ അമേരിക്കയുടെ ഈ സമ്മർദ്ദം, അതായത് ഇന്ത്യക്ക് മേൽ വലിയ ഉപരോധം പ്രഖ്യാപിക്കാനുള്ള ഒരു സമ്മർദ്ദം, ആ സമ്മർദ്ദത്തിനിടയിൽ കൂടുതൽ ഡിസ്കൗണ്ട് ഒരുപക്ഷെ റഷ്യൻ എണ്ണയ്ക്ക് റഷ്യ നൽകിയേക്കും. അതിനുള്ള ചർച്ചകൾ ഉണ്ടാകും. ഒപ്പം തന്നെ നിർണായകമായ ചില ചർച്ചകൾ Su-57 അടക്കമുള്ള യുദ്ധവിമാനങ്ങൾ നമ്മളുടെ ഇന്ത്യയിൽ നിർമ്മിക്കാൻ എന്ന് റഷ്യ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതിനുള്ള എല്ലാ സോഴ്സ് കോഡുകളും കാര്യങ്ങളും നൽകുമെന്നും പറഞ്ഞിരിക്കുന്നു. അതിൻ്റെയൊക്കെ ചർച്ച നടക്കുമായിരിക്കും. ഒരുപക്ഷെ വലിയ രീതിയിൽ തന്നെയാണ് ഈ ചർച്ചകളും കാര്യങ്ങളും മുൻപോട്ട് പോകുന്നത്. ഈ മാസം തന്നെ നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കൂടി റഷ്യയിലെത്തുന്നു. ഇതിനിടയിൽ നമ്മളുടെ ശത്രുരാജ്യമായ പാകിസ്ഥാന് ആയുധങ്ങൾ നൽകുകയും നമ്മളോട് റഷ്യയിൽ നിന്ന് ആയുധം വാങ്ങരുതെന്ന് പറയുന്ന അമേരിക്കയുടെ ആ ഇരട്ടത്താപ്പ് പൊളിച്ചടുക്കുകയാണ് ഇന്ത്യ. ഒപ്പം തന്നെ 51% എണ്ണയും റഷ്യയിൽ നിന്ന് ഇപ്പോഴും വാങ്ങുന്ന യൂറോപ്യൻ രാജ്യങ്ങളാണ്. അങ്ങനെ അവർക്കൊരു നിയമവും മറ്റുള്ളവർക്ക് മറ്റു നിയമവും അംഗീകരിക്കാൻ കഴിയില്ല. വില കുറഞ്ഞ് പൗരന്മാർക്ക് ഗുണകരമായി എന്തും നമ്മൾ ചെയ്യും. നമ്മുടെ ഇഷ്ടത്തിനാണ് നമ്മുടെ പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതല്ല, മൂന്നാം രാജ്യത്തിൻ്റെ കണ്ണുകൊണ്ടല്ല ഞങ്ങൾ ഞങ്ങളുടെ പങ്കാളിയെ നോക്കുന്നതെന്നും ഇന്ത്യ പറഞ്ഞിരിക്കുന്നു. ഇതോടുകൂടി അമേരിക്ക ഇന്ത്യ പോര് വളരെ ശക്തമായി തന്നെ, മുൻപൊക്കെ ട്രംപ് ഏതെങ്കിലും തരത്തിലുള്ള പ്രസ്താവന നടത്തി കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് അതിന് മറുപടി ഉണ്ടാകാറില്ലെങ്കിൽ ഇപ്പോൾ ട്രംപ് നടത്തുന്നതിന് അതേ നാണയത്തിൽ 1-2 മണിക്കൂറിന് ശേഷം ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം തന്നെ അതിന് കൃത്യമായ മറുപടി കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഏതായാലും ട്രംപ് വലിയ താരിഫ് ചുമത്തും എന്ന് ഭീഷണി മുഴക്കിയിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.